ഇനി നടക്കാൻ പോകുന്ന മാർഗംകളിയുടെ ആശാൻ എന്നുള്ള പേരാണ് പാടുന്നവർക്കുള്ളത്. ഇപ്പൊ ആശാനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കുറെ നേരമായിട്ട് വിഭിന്നങ്ങളായ കലകള് നമ്മള് കാണുകയും ആസ്വദിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് വാസ്തവത്തില് ഈ കല എന്ന് പറയുന്നത്? കലയ്ക്ക് മനുഷ്യ ജീവിതത്തിൽ വളരെ അധികം പ്രാധാന്യമുള്ള ഒരു വസ്തുത. കലയില്ലാത്തവര് സമവിട്ടെഴുതാവുന്ന ഒരു വാക്കുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ അരിക്കാനിക്കൽ അച്ഛൻ അറിയാമെന്ന് തോന്നുന്നു. കല കൊലപാതകം എന്നാ പറയുന്നത്. പക്ഷെ കലയില്ലാതെ മനുഷ്യൻ ജീവിക്കുമ്പോൾ വളരെ ബൊറോസായിട്ട് ജീവിതം അങ്ങ് ഉണങ്ങി ശുഷ്കമായിട്ട് പോകും. അപ്പൊ ഈ കല ആസ്വദിക്കാനും കലയിൽ ഇടപെടാനും ഒക്കെ കിട്ടുന്ന അവസരങ്ങള് പള്ളിയിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും നമ്മളൊക്കെയും അത് വിനിയോഗിക്കണം. അതിന് സമയം ചെലവഴിക്കണം, അല്പാൽപ്പം പൈസയും ചെലവഴിക്കണം. ഞാനിപ്പോ ഓർക്കുകയായിരുന്നു, കനകച്ചിലങ്ക കീലുങ്ങി കീലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി മതിമോഹിനി സുഖനത്ത് ആടും നൈരേ മുന്നിൽ വന്നു നീ മലയാള കവിതേ. കലയെന്ന് പറയുന്നത് നമ്മളെ ഓരോരുത്തരെയും സന്തോഷിപ്പിക്കുന്നവയും നമുക്ക് കുളിർമ നൽകുകയും നമ്മുടെ മനസ്സിന് ഇല്ലാത്ത ജീവൻ ഉണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളെ ഏവരെയും നമ്മുടെ കേരളത്തിലെ ഏറ്റവും ക്രൈസ്തവർക്ക് വളരെ പുരാതനമായിട്ടുള്ള മാർഗംകളിയാണ് ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഈ നാടൻ കലകളിൽ നിന്നും ഉടലെടുത്തതാണ് ഈ മാർഗംകളി എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ക്രൈസ്തവ ആധ്യാത്മിക മൂല്യങ്ങളെ മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ ക്രൈസ്തവരുടെ പ്രധാനപ്പെട്ട ഓരോ ഭാഗങ്ങൾ ബൈബിളിൽ നിന്നും എടുത്തിട്ടാണ് ഈ പാട്ടുകളൊക്കെ രചിച്ചിട്ടുള്ളത്. പണ്ട് എന്റെ ഫാദറൊക്കെ മാർഗംകളി കളിക്കുന്നതിന് കൂടിയിട്ടുള്ളവരാണ്. അന്ന് ഞാൻ എന്റെ ചെവികൊണ്ട് കേട്ട കുറെ വരികൾ എന്റെ ഓർമ്മയിൽ. മാർഗംകളിയിൽ നിന്ന് രേഖ പറഞ്ഞപ്പോൾ ആദ്യം ഓർമ്മ വന്നത് എന്റെ ഫാദർ പാടുന്ന പാട്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അത്രയും കൊണ്ട് കാര്യങ്ങൾ നടത്താൻ നോക്കിയില്ല, കുറച്ചുകൂടി അതിനകത്ത് ഞാനൊന്ന് എഴുതി. അപ്പൊ എന്റെ ഭാഗങ്ങൾ കുറച്ചൊക്കെ ഉണ്ട് അതിനകത്ത്. ഏതായാലും വേണ്ടിയില്ല, അത് നടത്താനായിട്ട് തീരുമാനിച്ചു. ഇത് മാഞ്ഞു മറഞ്ഞു പോകുന്ന ഒരു കലയായിട്ട് തീർന്നിരിക്കുകയാണ്. ഇപ്പൊ കേരളത്തിൽ പോയി, കേരളത്തിൽ നമ്മുടെ പള്ളിയിൽ എവിടെയും ഇപ്പൊ മാർഗംകളിയുണ്ട്, ഒന്നുമില്ല. പക്ഷെ അത് മാഞ്ഞു പോകാതെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ഒരു സംഗതി ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ഇത് നടത്താനായിട്ട് തീരുമാനിച്ചു. നമ്മുടെ ബഹുമാനപ്പെട്ട ഷാജി, അതായത് എബ്രഹാം വർഗീസ്, അദ്ദേഹത്തിന്റെ അക്ഷീണ പരിശ്രമം കൊണ്ടാണ് ഇത് നടക്കാനിടയായത്. വളരെയധികം പരിശ്രമിച്ചു. അധികം സമയമില്ലായിരുന്നു, 3-4 തവണയാണ് കിട്ടിയിരിക്കുന്നത്. അത് നിങ്ങൾ സാധനം ക്ഷമിക്കണം. തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങളത് നടത്തുവാനായിട്ട് പോകുന്നു. നിങ്ങളെ ഏവരെയും അതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.
പാരീസിൽ വാഴും ഓർത്തഡോക്സ് സഭാമക്കൾ ആദിപിതാവാൻ സത്യ ദൈവത്തിൻ മക്കൾ നമ്മൾ നിത്യദൈവത്തിൻ പാദം കുമ്പിട്ടു പ്രാർത്ഥിക്കുന്നു. ആദത്തെ സൃഷ്ടിച്ചു ഏകനിലാക്കി ദൈവം ഏകനായിരിക്കാതെ ശ്രീരണം കുട്ടവന് നിദ്രയിലാദത്തിന്റെ ആസ്തിയെ ഒന്നെടുത്തു തീയാക്കി ചമച്ചവൾ ഹവ്വായും വേരുവിട്ടു. തോട്ടം സൂക്ഷിക്കാൻ മൈതാനികൾ ഭക്ഷിക്കാൻ തോട്ടത്തിൻ നടുവിലുള്ള വൃക്ഷത്തിൻ ഫലം നിങ്ങൾ തിന്നുന്ന നാളിൽ മരിക്കും നിശ്ചയം തന്നെ. ആദത്തെ വഞ്ചിപ്പാൻ സാത്താൻ ഒരു സൂത്രമെടുത്തു. സർപ്പത്തിന്റെ വായിൽ കയറി കാക്കാൻ വശവുമായി. തോട്ടത്തിൻ നടുവിലുള്ള വൃക്ഷത്തിൻ ഫലം നിങ്ങൾ തിന്നുന്ന നാളിൽ കണ്ണു തുറക്കും നിങ്ങൾ. കണ്ണു തുറക്കും നിങ്ങൾ ദൈവത്തെ പോലെ നേരന്നു വിശ്വസിച്ചു മലകൾ പറിച്ചു. തഞ്ചാവൾ തിന്നു വേഗം കൊന്നു കൊടുത്തവന് പഴം തിന്നു കണ്ണു തുറന്നു നഗ്നരാണെന്നറിഞ്ഞവർ അതിയില്ല കുട്ടി തുന്നി വസ്ത്രം ധരിച്ചു. ആഹാരത്തെ വിളിച്ചപ്പോൾ ഏതെന്നിൽ കാണാനില്ല. വൃക്ഷത്തിനിടയിൽ പോയി പേടിച്ചോടിച്ചിരുന്നു. മണ്ണിൽ വേല ചെയ്തു പോലെ ഭക്ഷണങ്ങൾ മണ്ണിൽ നിന്നും സിദ്ധിച്ചോരെ കോട്ടത്തിൽ നിന്നാട്ടിയിറക്കി. കോട്ടം കറങ്ങുന്ന വാടുകളോടെ മാതാവലുമായി ആദത്തെ വഞ്ചിപ്പാൻ സാത്താനൊരു സൂത്രമെടുത്തു. പത്തിന്റെ വായിൽ കയറി സർവശവുമായി. കോട്ടത്തിൻ നടുവിലുള്ള വൃക്ഷത്തിൻ ഫലം തിന്നുന്ന നാളിൽ കണ്ണു തുറക്കും നിങ്ങൾ ദൈവത്തെ പോലെയാകും. നേരെന്നു വിശ്വസിച്ചു ഫലം നല്ലവൾ മറിച്ചു. രണ്ടാവൾ തിന്നു വേഗം കൊണ്ട കൊടുത്തവന് പഴം തിന്നു കണ്ണു തുറന്നു അറിഞ്ഞവർ അത്തിയില്ല കുട്ടി തുന്നി വസ്ത്രം ധരിച്ചോടിയൊഴിച്ചു. ആദത്തെ വിളിച്ചപ്പോഴേതെന്നിൽ കാണാനില്ല. വൃക്ഷത്തിനിടയിൽ പോയി പേടിച്ചോടിച്ചിരുന്നു. മണ്ണിൽ വേല ചെയ്തു ഭക്ഷണം